നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾ നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെയാകാം. എത്രയെത്ര തട്ടിപ്പുകൾ! പണ്ട് നമ്മൾ കേട്ടിരുന്നു ആട് തേക്ക് മാഞ്ചിയം, പിന്നീട് ചിട്ടി തട്ടിപ്പ്, സോളാർ തട്ടിപ്പ്, അങ്ങനെ എത്രയെത്ര തട്ടിപ്പുകൾ. എല്ലാം കോടികളുടെ തട്ടിപ്പുകളാണ്. ഏറ്റവും ഒടുവിൽ അനന്തകൃഷ്ണനും അനന്തകുമാറും ചേർന്ന് പാതിവില തട്ടിപ്പ്. അതും ചെറിയ തുകയൊന്നുമല്ല തട്ടിയെടുത്തത്. 600 മുതൽ 800 കോടി വരെ എന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ഇക്കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു 42-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഓൺലൈൻ തട്ടിപ്പായിരുന്നു അയാളുടെ പ്രധാന ഹോബി. 400ഓളം കോടി രൂപയാണ് പലരിൽ നിന്നായി അയാൾ അടിച്ചെടുത്തത്. സമൂഹ മാധ്യമങ്ങളിൽ പരസ്യം നൽകി ആളുകളെ ആകർഷിക്കും. പിന്നീട് ചെറുതുക ലോണായി നൽകും. ലോൺ തന്ന പണം മാത്രമല്ല, ഇരട്ടി തുക നിങ്ങളുടെ കയ്യിൽ നിന്ന് ആവശ്യപ്പെടും. ഒടുവിൽ അവരാവശ്യപ്പെടുന്ന പണം തിരികെ കൊടുത്തില്ലെങ്കിൽ മോർഫ് ചെയ്ത ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കും എന്ന് ഭയപ്പെടുത്തും. പിന്നീട് വാട്സാപ്പിലൊക്കെ ഇത്തരം ഫോട്ടോകൾ അയച്ചു തരും. ഭയപ്പെട്ട് പലരും പണം ഇവർക്ക് നൽകും. പണം ഇരട്ടിപ്പിക്കുമെന്ന് പറഞ്ഞ് മറ്റു ചില തട്ടിപ്പുകൾ. എല്ലാത്തിലും നമ്മൾ മലയാളികൾ ചെന്ന് തലവെച്ചു കൊടുക്കും. ഇപ്പോഴിതാ അതിഭയാനകമായ മറ്റൊരു തട്ടിപ്പ്. കണ്ണൂരിലാണ് ആത്മീയതയുടെ ഒരു ഭീകര വെർഷൻ. തട്ടിയെടുത്തത് 12 കോടിയിൽ പരം രൂപ. ആത്മീയതയുടെ മറവിൽ കോടികൾ തട്ടിച്ചു എന്ന പരാതിയിൽ ഇപ്പോൾ കണ്ണൂർ പോലീസ് 6 പേരെ അറസ്റ്റ് ചെയ്തു. ഹിമാലയൻ മിസ്റ്റിക് തേർഡ് ഐ ട്രസ്റ്റിന്റെ പേരിലാണ് തട്ടിപ്പ് നടന്നത്. ഈ തട്ടിപ്പിൽ അവർ ഉപയോഗിച്ച തട്ടിപ്പ് വിദ്യയാണ് നമ്മെ അത്ഭുതപ്പെടുത്തി കളയുന്നത്. ഹിമാലയൻ മാസ്റ്റർ ഡോക്ടർ അഷ്റഫ് എന്നൊരു ബിരുദൻ. അയാൾ ഹിമാലയത്തിൽ പോയി തേർഡ് ഐയെക്കുറിച്ച് പഠിച്ചുവത്രേ. ഒരത്ഭുത സിദ്ധി ഹിമാലയത്തിൽ വെച്ച് അയാൾക്ക് ലഭിച്ചു. നമ്മുടെ തലച്ചോറിനകത്തിരിക്കുന്ന 3-ാം കണ്ണിനെ ഉണർത്താനുള്ള ശക്തി അയാളുടെ കയ്യിലുണ്ടെന്നാണ് അയാൾ വെബ്സൈറ്റിലൊക്കെ പരസ്യം ചെയ്തിരിക്കുന്നത്. അൺലോക്കിംഗ് തേർഡ് ഐ, ഇതാണ് അയാളുടെ തട്ടിപ്പ് വിദ്യ. ഇപ്പോഴിതാ ഡോക്ടർ അഷ്റഫ്, KS പണിക്കർ, അനിരുദ്ധൻ, വിനോദ് കുമാർ, സനൽ, ഡോക്ടർ അഭിനന്ദ് കാഞ്ഞങ്ങാട് എന്നിവരെ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു. 4 പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. 12 കോടിയൊന്നുമല്ല, അതിനേക്കാൾ ഭയാനകമായ തുക ഇവർ തട്ടിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. മമ്പറം സ്വദേശിയായ റിട്ടയർഡ് അധ്യാപകൻ പ്രശാന്ത് ബാറോളിയുടെ പരാതിയിലാണ് പോലീസ് ഇവർക്കെതിരെ കേസെടുത്തത്. ചട്ടുകപ്പാറ സ്വദേശി MP ഹിമോജും പരാതി നൽകിയിട്ടുണ്ട്. ഹിമാലയൻ മാസ്റ്റർ ഡോക്ടർ അഷ്റഫ് എന്ന പേരിലുള്ള ഒരു യൂട്യൂബ് ചാനൽ. ഈ പ്രതികൾ ആളുകളെ ആകർഷിച്ചിരുന്ന തന്ത്രം, അതാണ് അതിനേക്കാളൊക്കെ ഏറ്റവും രസകരമായത്. ഹിമാലയത്തിൽ നിന്ന് ലഭിച്ച ഒരു അത്ഭുത സിദ്ധിയുള്ളയാളാണത്രേ ഡോക്ടർ അഷ്റഫ്. അദ്ദേഹം ഉൾപ്പെടെയുള്ളവരുടെ ക്ലാസ്സിൽ പങ്കെടുത്താൽ ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും. കുട്ടികൾക്ക് ഒട്ടും പഠിക്കാതെ തന്നെ ഇഷ്ടം പോലെ മാർക്ക് ലഭിക്കും. ഇതൊക്കെ വിശ്വസിപ്പിച്ചാണ് ഇവർ തട്ടിപ്പ് നടത്തിയത്. പിന്നീട് ചില മാന്ത്രിക സിദ്ധികൾ ലഭിക്കാൻ സാധ്യതയുള്ള അജന്ത എല്ലോറോ, ഇടുക്കി, ലക്ഷദ്വീപ്, ബംഗളൂരു എന്നിവിടങ്ങളിലേക്കൊക്കെ വിനോദയാത്രയ്ക്കും കൊണ്ടുപോകും. ഗുരുവിന്റെ ഊർജ്ജവലയത്തിൽ നിങ്ങൾക്ക് നിൽക്കാൻ കഴിഞ്ഞാൽ പല കഴിവുകളും ഉണരുമെന്നാണ് ഇവർ ഇതിൽ പങ്കാളികളാകുന്നവരെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നത്. ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന് ഗഡുക്കളായി പണം നൽകണം. ടിബറ്റിലും നേപ്പാളിലും മറ്റുമുള്ള ബുദ്ധ സന്യാസികളിൽ നിന്ന് അനുഗ്രഹം ലഭിച്ചവരാണത്രേ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിസ്ഥാന ക്ലാസ്സിന് 15,000 രൂപ നൽകണം. പിന്നീടുള്ള ഓരോ ക്ലാസ്സിനും ഫീസ് കൂടുമെന്നും ഇവർ ഇതിൽ പങ്കെടുക്കുന്നവരെ പറഞ്ഞു വിശ്വസിപ്പിക്കും. തട്ടിപ്പ് സംഘത്തിന്റെ പ്രധാനിയാണ് അഷ്റഫ് ബാബ. ഹിമാലയൻ മാസ്റ്റർ എന്നാണ് ഇയാൾ സ്വയം വിശേഷിപ്പിക്കുന്നത്. ക്ലാസുകളിൽ പ്രത്യക്ഷപ്പെട്ടാൽ ഇയാൾ ആൾ ദൈവമായി മാറും. ഹിമാലയത്തിൽ നിന്നാണ് തനിക്ക് അത്ഭുത സിദ്ധി ലഭിച്ചതെന്നൊക്കെ ഇതിൽ പങ്കെടുക്കുന്നവരോട് പറയും. 100 ഗുരുക്കന്മാരുടെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് എന്നാണ് ക്ലാസ്സിൽ ഇയാൾ പറയുക. ഇനി ഇവരുടെ വെബ്സൈറ്റിലൂടെ ഒന്ന് കണ്ണോടിച്ചാലോ, നമ്മൾ ചിരിച്ചു മണ്ണുകപ്പും. 3-ാം കണ്ണ്, അനന്തശക്തിയിലേക്കുള്ള കവാടം. ആന്തരിക കണ്ണ് അല്ലെങ്കിൽ 6-ാം ഇന്ദ്രിയം എന്നറിയപ്പെടുന്ന 3-ാം കണ്ണ് ജാതി, മതം, ഭൗതിക അസ്തിത്വം എന്നിവയ്ക്ക് അതീതമായി പ്രപഞ്ചത്തിന്റെ അളക്കാനാവാത്ത ഊർജ്ജമണ്ഡലവുമായി അത് നമ്മെ ബന്ധിപ്പിക്കുന്നു. അത് മനുഷ്യജീവിതത്തിന്റെ ഗതി നിയന്ത്രിക്കുന്നതും അവബോധജന്യവും സൃഷ്ടിപരവുമായ ശക്തികളെ തുറക്കുന്നതുമാണ്. ആ 3-ാം കണ്ണ് തുറക്കലാണ് ഇവരുടെ ഏറ്റവും പ്രധാന വിദ്യ. 3-ാം കണ്ണിന്റെ സജീവമാക്കൽ സൂക്ഷ്മബോധത്തെ ഒരു മൂർത്ത ശക്തിയാക്കി മാറ്റുന്നു. ഇത് മനുഷ്യരെ അദൃശ്യവും ദൃശ്യവുമായ ലോകങ്ങളെ ബന്ധിപ്പിക്കാൻ അനുവദിക്കുന്നു. ഊർജത്തെ ഭൗതിക ജീവിതത്തിലേക്കും തിരിച്ചും രൂപപ്പെടുത്തുന്നു. ഇത് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലെ സൃഷ്ടാവിനെ അനാവരണം ചെയ്യുന്നു.
ഇതൊരു വലിയ പരിപാടിയാണ്, നമ്മുടെ മൂന്നാം കണ്ണ് തുറക്കുന്ന വലിയ പരിപാടി. അപ്പോൾ പിന്നെ ചില ലക്ഷ്യങ്ങൾ ഇവർക്ക് കൊടുത്താലും കുഴപ്പമില്ല. ജീവിതത്തിൽ സമൃദ്ധി, സമാധാനം, സന്തോഷം എന്നിവ കൈവരിക്കുന്നതിനുള്ള അത്ഭുതകരമായ സാങ്കേതിക വിദ്യകൾ ഞങ്ങളുടെ ഏകദിന പ്രായോഗിക പരിപാടി പകർന്നു നൽകുന്നു. പിന്നെന്ത് വേണം? മതം, ജാതി, ഭൗതിക പരിമിതികൾ എന്നിവയുടെ തടസ്സങ്ങളെ മറികടന്ന് പ്രബുദ്ധനായ ഹിമാലയൻ മാസ്റ്റർ ഡോക്ടർ തേർഡ് ഐയിൽ നിന്ന് നേരിട്ടുള്ള മാർഗനിർദ്ദേശം ലഭിക്കുന്നു. ഇതാണത്രേ അവരുടെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പരിവർത്തന യാത്രയിൽ പങ്കെടുക്കാൻ ഹിമാലയൻ മിസ്റ്റിക് തേർഡ് ഐ ട്രസ്റ്റിൽ ചേരൂ. പ്രപഞ്ച രഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയും സമാനതകളില്ലാത്ത ജ്ഞാനം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ സമ്പന്നമാക്കുകയും ചെയ്യുമ്പോൾ വാക്കുകൾ, ദർശനങ്ങൾ, ചിന്തകൾ എന്നിവയുടെ ശക്തമായ സമന്വയത്തിന് സാക്ഷ്യം വഹിക്കും. ഇമാതിരി ഊളപ്രചരണങ്ങൾ കേരളത്തിൽ മാത്രമേ നടത്താൻ കഴിയൂ. ഇത് വിശ്വസിച്ച് ഇവർക്ക് കൊണ്ടുപോയി പണം കൊടുത്ത മരയൂളകളെ നമ്മൾ എങ്ങനെ വിശേഷിപ്പിക്കും? ഹിമാലയൻ മിസ്റ്റിക് തേർഡ് ഐയിലേക്ക് സ്വാഗതം. ഹിമാലയൻ മിസ്റ്റിക് തേർഡ് ഐയിൽ നിങ്ങളുടെ മൂന്നാം കണ്ണിനെ ഉണർത്തുന്നതിനും നിങ്ങളുടെ ആത്മീയ സ്വത്വത്തിന്റെ ആഴമേറിയ നിഗൂഢതകൾ കണ്ടെത്തുന്നതിനുമുള്ള ഒരു പരിവർത്തന യാത്രയിലേക്ക് ഞങ്ങൾ നിങ്ങളെ നയിക്കുന്നു. പുരാതന ഹിമാലയൻ ജ്ഞാനത്തിലും ആധുനിക ആത്മീയ ആചാര്യങ്ങളിലും വേരൂന്നി ഞങ്ങളുടെ ദൗത്യം നിങ്ങളുടെ ഉയർന്ന സാധ്യതകൾ അൺലോക്ക് ചെയ്യാനും ആന്തരിക വ്യക്തിത്വത്തെ കൈവരിക്കാനും ആഴത്തിലുള്ള പ്രബുദ്ധത അനുഭവിക്കാനും നിങ്ങളെ ശാക്തീകരിക്കുക എന്നതാണ്. എന്തായാലും പല ജാതി തട്ടിപ്പുകളും കണ്ടിട്ടുണ്ട്. ഇമാതിരി ഹിമാലയൻ സിദ്ധിയും അതിലപ്പുറം മൂന്നാം കണ്ണ് തുറക്കലുമൊക്കെ ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായി ഇവർ പ്രയോഗിച്ചു നോക്കിയതാവും. അതിലും ചെന്ന് തലവെച്ച് കൊടുത്ത് കോടികൾ തുലച്ച മലയാളികൾ മരയുളകൾ എന്നല്ലാതെ ഇവരെ എന്ത് അഭിസംബോധന ചെയ്യാനാണ്? ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.